ഹായ്. ഞാൻ കുറച്ച് ലേറ്റായിട്ടോ വീഡിയോസൊക്കെ ഇപ്പോൾ പോസ്റ്റ് ഇടാനൊക്കെ. കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇപ്പം പോസ്റ്റൊക്കെ ഇങ്ങനെ ലേറ്റാവുന്നത്. ഇത് വിജയദശമിയുടെ അന്ന് ഞങ്ങൾ കോട്ടയിലെ അമ്പലത്തിലേക്ക് പോയതാട്ടോ. കോട്ടയിലെ അമ്പലം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല. ശ്രീ നിറങ്കൈത ക്ഷേത്രം കേട്ടോ. നിറങ്കൈത ക്ഷേത്രം ഭഗവതി ക്ഷേത്രമാണ്. അയ്യപ്പനും ഉണ്ട്, ഭഗവതിയും ഉണ്ട്. ഇത് താഴത്തെ അയ്യപ്പ ക്ഷേത്രം കേട്ടോ. കോട്ടയിലെ അയ്യപ്പ ക്ഷേത്രമാണ്. അപ്പം ഞങ്ങൾ ദശമിയുടെ അന്ന് മോളെയും കൊണ്ടുപോയിട്ട് കോട്ടയിലേക്ക് വന്നതാണ്. ഞാനും ഏട്ടനുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ അത്യാവശ്യം ആളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ തോന്നുന്നുണ്ട് ബുക്ക് പൂജയ്ക്കൊക്കെ വെക്കുന്നത്. ഞാനും അനിയത്തിമാരൊക്കെ ബുക്കൊക്കെ ഇവിടെയാണ് വെക്കാറ്, കോട്ടയിലാണ് വെക്കാറ്. പിന്നെ അവിടെ നിന്ന് തൊഴുത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ മേലക്കോട്ടയിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. മേലക്കോട്ടയ്ക്ക് ഇങ്ങനെ അത്യാവശ്യം സ്റ്റെപ്പുണ്ട് കയറി പോകാൻ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുണ്ട് സ്റ്റെപ്പ്. നമ്മൾ ഇവിടുന്ന് മേലെ എത്തുമ്പോഴത്തേക്ക് ഏതൊരാളും ഒന്ന് കിതച്ച് ക്ഷീണിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറ്. അപ്പം മോളിപ്പോൾ ഫസ്റ്റ് മുതൽ അവൾക്ക് അറിയൊന്നുമില്ല. അവൾക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് നടക്കുകയാണ് കേട്ടോ, നടക്കാനുള്ള. പിന്നെ അവളെ ഏട്ടൻ എടുക്കാതെ നടക്കാൻ കഴിയില്ല, നമുക്ക് എത്തൂല്ല, അത്രയും ദൂരം കുറച്ച് പോകാണ്ടല്ലോ. അപ്പം അങ്ങനെ നിറങ്കൈത കോട്ട ക്ഷേത്രം എത്ര ആൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഞങ്ങളുടെ നാട്ടിലെ. അപ്പോൾ കയറി മേലെ എത്തുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കിതപ്പാണ് എനിക്ക്. ഞങ്ങൾ ഓൾമോസ്റ്റ് മേലെ എത്താനായി. മേലെ എത്തിക്കഴിഞ്ഞാൽ അപാര വ്യൂ ആട്ടോ. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കാറുണ്ട് ഇവിടെ. കുറേ ഫോട്ടോഷൂട്ട് നടക്കാറുണ്ട്, വെഡ്ഡിങ്ങിൻ്റെയൊക്കെ സേവ് ദ ഡേറ്റ് ഒക്കെ. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇവിടെ വെച്ചിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് ഇവിടെ ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ ഞങ്ങൾ ഓണഷൂട്ട് അങ്ങനെ കുറേ ഷൂട്ടുകളൊക്കെ ഇവിടെ വെച്ചിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ മേലക്കോട്ടയിൽ അങ്ങനെ എത്തി. മേലക്കോട്ടയിൽ മോളെ വിട്ടതാണ്, അവൾക്ക് വേഗം പോകണം. അമ്പലത്തിലേക്കൊക്കെ നൊയിഞ്ഞ് കയറിയിരുന്നു കേട്ടോ. എങ്ങനെയോ അമ്പലപ്പടി കയറി അവിടെ എത്തി ആൾ. പിന്നെ മേലക്കോട്ടയിൽ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോവും. അപ്പം എൻ്റെ കസിന് കിക്കിനെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അവൾക്കിപ്പോൾ സ്ഥലം കിട്ടിയതുകൊണ്ട് ഫുള്ളും നടത്തം കാര്യങ്ങളാണ്. ഇപ്പോൾ ഏത് സ്ഥലവും വീഴുക, എണീക്കുക, പിന്നെയും പോവുക. പേടിയാണ്, എന്നാൽ എല്ലാം ചെയ്യും വേണം നമുക്ക്. പിന്നെ ഞങ്ങൾ മേലക്കോട്ടയിൽ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങനെ താഴെക്കോട്ടയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. ഇറങ്ങി നമ്മൾ പിന്നെ താഴെക്കോട്ടയിലൊരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അപ്പം അമ്പലക്കുളത്തിൽ മീനുണ്ട്. മോള് വെള്ളം കണ്ട അപ്പം മീൻ എന്നറിയും. ഞങ്ങൾക്ക് മീനുണ്ട് എന്നറിയാം. അങ്ങനെ ഞങ്ങൾ ഈ വഴിയൊന്നും അങ്ങനെ പോവാറില്ല. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പോവാമെന്ന് പറഞ്ഞു താഴെക്കോട്ട അമ്പലത്തിലേക്ക്. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ ഒന്ന് താഴെക്കോട്ടിൽ തൊഴുതിട്ട് അങ്ങനെ കയറാറുണ്ട്. അതൊരു പുണ്യ കുളം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി.